الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരാണ്, വിശ്വാസിനിമാരാണ്, ನನ್ನ ಟಾಪಿಕ್ ಐತಿ ಅಲ್ ಹದೀಸ್ ವ ಅಹ್ಮಿಯತು. ഹദീസും അതേപോലെ ഹദീസിന്റെ അഹ്മിയത്തിന്റെ വിഷയത്തിലേക്ക് എന്തിരിക്കുന്നത് ഹദീസ്, അതേപോലെ ಅದರ അഹ്മിയത്ത് എന്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഹദീസിന്റെ പഠന ചെല്ലുന്നത് അല്ലെങ്കിൽ ഹദീസ് പഠിക്കുന്നത് ചെല്ലുന്നത് ഉലൂമുൽ വെച്ചിട്ട് ഒന്നാമത്തെ വലിയൊരു ഇൽമായിരിക്കുന്നത്. എന്ത് ചെല്ലെങ്കിൽ ഹദീസ് അത് ശരീഅത്ത് എത്തിക്കണം. ശരീഅത്തുള്ള രണ്ട് മസ്ദറിൽ ഖുർആനും പിന്നെ ഹദീസിൽ രണ്ടാമത്തെ മസ്ദർ എത്തിക്കുന്ന ഹദീസ് ചെല്ലുന്നത്. അപ്പൊ ഹദീസിന്റെ വിഷയം പഠിച്ചോന്നുണ്ടായെങ്കിൽ ശരീഅത്തിന്റെ വിഷയം പഠിച്ച പോലെ എത്തിക്കണം. അപ്പൊ ഒന്നാമത്തേക്ക് നമുക്ക് നെനപ്പാക്കുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതായ ഈ വലിയൊരു നിഅമത്ത് അവന്റെ ഹദീസ് പഠിക്കുകയും അവന്റെ ദീൻ പഠിക്കുകയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങനെ സമാനങ്ങൾ ആക്കിക്കൊണ്ട് വന്നതും സലഫ്രങ്ങ അങ്ങനെ കാലഘട്ടത്തിലും ആക്കിക്കൊണ്ട് വന്നതുമായിട്ടില്ല. അപ്പൊ ഇതിന് വലിയൊരു ദറജുണ്ട്. ഇങ്ങനത്തെ മജ്‌ലിസിനെ നയിക്കുമ്പോഴത്തേക്കും അതോടുകൂടി നയിക്കുന്നത് അങ്ങനെയുള്ളതായ ബാധ്യത എത്തിക്കുക. സലഫ്രങ്ങളോ ചരിയല്ലെന്നോ കാണാൻ സാധ്യമാവും. അങ്ങനെ ഹദീസിലോ റിവായത്ത് ആക്കുന്നുണ്ടായെങ്കിൽ ഒന്നു എടുത്തിട്ട് നിസ്കരിക്കാണ്ട ഹദീസ് റിവായത്ത് ആക്കുന്നില്ല. അതേപോലെ മുഹദ്ദിസീങ്ങളും ചലാന്മാർ അങ്ങനെ ഹദീസ് റിവായത്ത് ആക്കുമ്പോഴത്തേക്കും കിടന്നിട്ട് ഹദീസ് റിവായത്ത് ആക്കുന്നില്ല, ചാനി വെച്ചിട്ട് ഹദീസ് റിവായത്ത് ആക്കുന്നില്ല. അത്രയും ഗൗരവം കൊടുത്തു തയ്ക്കുന്നത് അല്ലെങ്കിൽ അത്ര ഗൗരവത്തിൽ കണ്ടുകൊണ്ടിരുന്നതായ ഒന്നായിരിക്കും ഹദീസ് ചെല്ലുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ ഒരു പഠനത്തിൽ നല്ല അതബില് ഇൽമു പഠിക്കുന്നതായ ഒരു താല്പര്യത്തിൽ ഞങ്ങൾ ദയിക്കണം. അതുപോലെ നീയത്താക്കണം ചെന്ന് ഒന്നാമത്തേക്ക് നക്കും അതേപോലെ നിങ്ങളൊട്ടും ഈ സന്ദർഭത്തിൽ നെനപ്പാക്കിയൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കബൂലാക്കട്ടെ. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് പരിപാടി തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത നബിയ്യി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രണ്ട് കാര്യ നിങ്ങൾ ഇടയിൽ നിന്നാണ് വിട്ടുപോയെന്നില്ല. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യത്തെ നിങ്ങൾ കെട്ടിപ്പിടിച്ചാലുണ്ടായെങ്കിൽ നിങ്ങൾ ഒർക്കത്തും തോലാലത്തിലാവാൻ, ഒർക്കത്തും നിങ്ങൾ തെരുത്തപ്പി പോവാൻ. ഈ ദുനിയാവിൽ തെരുത്തപ്പി പോകുക ഒരാളും ആഗ്രഹിക്കുന്നത് അല്ലേ? ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതിലേക്ക് ഞങ്ങൾ തൗഹീദിലിരിക്കണം, ഞങ്ങൾ ഹിദായത്തിലിരിക്കണം, നേരായ മാർഗത്തിൽ ഞങ്ങിക്കണം. അതുപോലതായ സുലഭത്തുള്ളതായ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നത്. ഈ രണ്ട് കാര്യത്തെ നിങ്ങൾ കെട്ടിപ്പിടിച്ചാലുണ്ടായെങ്കിൽ ഒർക്കത്തും തെരുത്തപ്പാല. എന്തിരിക്കുന്നത്? കിതാബ് അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ. രണ്ടാമത്തേത് സുന്നത നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്. അപ്പൊ ഈ രണ്ട് കാര്യത്തിനെ കെട്ടിപ്പിടിച്ചാലുണ്ടായെങ്കിൽ ആ ഹദീസും ഖുർആനും കെട്ടിപ്പിടിച്ചാലുണ്ടായെങ്കിൽ ഞങ്ങൾ തെരുത്തപ്പോൾ സാധ്യമാണ്. ഇത് ഒന്നാമത്തേക്ക് ഞങ്ങളുടെ മനസ്സിൽ ബൈക്കണായ ഒരു കാര്യത്തിൽ. അപ്പൊ ഈ ഹദീസിലോ പിടിക്കുന്ന വിഷയത്തിൽ ആൾമാർ പല ഗ്രൂപ്പിലെത്തുന്നത് നമുക്ക് കാണാൻ സാധ്യമാവും. ഒന്നാമത്തേത് ഹദീസിലോ നിഷേധാക്കുന്നതായ ആൾമാർ. ഹദീസിലോ നിഷേധാക്കുന്ന വിഷയത്തിൽ രണ്ട് നമുക്ക് ആൾമാർ നമുക്ക് കാണാൻ സാധ്യമാവും. ഒന്നാമത്തേത് ഹദീസിലോ കംപ്ലീറ്റ് ആയിട്ട് നിഷേധിക്കുന്നതായ ആൾമാർ. സ്വന്തത്തെ അഹ്ലുൽ ഖുർആൻ ചെന്നങ്ങ വിളിക്കപ്പെട്ടാൽ അല്ലെ അങ്ങനെ സ്വന്തത്തെ വിളിക്கிறாർ, നിശ്ചയമായിട്ടും അഹ്ലു ശൈത്താൻ എത്തിക്கிறாർ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ആൾമാർ കംപ്ലീറ്റ് ആയിട്ട് ഹദീസിലോ നിഷേധാക്കുക. നമുക്ക് ഹദീസിന് ആവശ്യകതയില്ല, നമുക്ക് ഖുർആൻ മാത്രമായി ആവശ്യമുള്ളതായ ആൾമാർ. രണ്ടാമത്തെ ആൾമാർ ഹദീസിലോ കംപ്ലീറ്റ് ആയിട്ട് നിഷേധിച്ചിട്ടില്ലെങ്കിലും ചില ഹദീസിലോ നിഷേധിക്കണം. ബുദ്ധിക്ക് യോജിക്കാത്തതായ ഹദീസിന്, ഉദാഹരണത്തിന് സിഹ്ർ വിഷയത്തിലുള്ളതായ ഹദീസ്, അതേപോലെ റുഖ്യ ശർഈത്തെ മസാല, അല്ലെങ്കിൽ ഖിസാസും ഹുദൂദും ഉള്ളതായ മസായിൽ, അങ്ങനത്തെ അങ്കു സമ കാണാത്തതായ ഹദീസുകൾ നിഷേധിക്കുന്നത്. അതേപോലെ ಇನ್ನೊರು ಗುರು ಪ್ರಕಾರವಾದ ಏನ ಅದಾയത് ಹದೀಸರಗ ಅಕ್ಸೆಪ್ಟ್ ಆಗ್ತಾರೆ ಮಾತ್ರಮ ಅದರ ಮೇಲೆ ಅಮಲ ಕಾಂತ ಪರೋಕ್ಷವಾಗಿ ಅದರ ನಿಷೇಧಿಕರು.
ഹദീസിനോ അഗ്രി ആക്കുക, അക്സെപ്റ്റ് ആക്കുക, മാത്രമേ എന്താക്കില്ല, അമലാക്കുക. താടി പഠിക്കൊക്കെ തീരാ ചെറുത് മസാല പിടിയുണ്ട്, ഹദീസ് പിടിയുണ്ട്. താടി ഉദ്ദവിടണം, താടി കട്ടാക്കുക തീരാ, പാൻറക്ക കീരിടുക തീരാ, ഹദീസ് പിടിയിട്ടു. ഹദീസിന് അക്സെപ്റ്റ് ആക്കുക, മാത്രമാ അതിന് മേൽ അമലാക്കുക. ഇതും പൂർണ്ണംതോ നിഷേധിക്കുക. അപ്പൊ ഹദീസിനെ നിഷേധാക്കുന്നതായ ആൾമാർ അവസ്ഥ എങ്ങനെ ഉണ്ടായത്? ഹദീസിനെ ഖബൂലാക്കുന്നതായ ആൾമാരും പല നമത്തിലുള്ള. ഒന്നാമത്തത് എല്ലാ ഹദീസിനും ഖബൂലാക്കണം. അത് സഹിയായിട്ടിരിക്കും, ചിലപ്പോ ദഈഫായിട്ടിരിക്കും, ചിലപ്പോ മൗദൂആയിട്ടിരിക്കും. ഏതെല്ലാം ഹദീസുണ്ടോ എല്ലാത്തും എടുക്കും. ഒരു ഹദീസിന് മേൽ അമലാക്കുമ്പോൾ ആ ഹദീസ് സഹീഹ അല്ലെങ്കിൽ ദഈഫ അല്ലെങ്കിൽ എന്ത് രീതിക്ക് ഹുക്കുമോ ചെന്ന് നോക്കാണ്ട് എല്ലാ ഹദീസിനും മേലും അമലാക്കണം. അതേപോലെ ഇന്നൊരു ഗ്രൂപ്പ് എത്തിക്കരുത്, ഹദീസ് സഹീഹായെങ്കിൽ മഖ്ബൂലായിട്ടുള്ള ഹദീസ് ഉണ്ടായെങ്കിൽ മാത്രം അതിന് മേൽ അമലാക്കണം. അപ്പൊ ഈ 4 ഗ്രൂപ്പ് ആൾമാർ അതിൽ ഏതിലേക്ക് കൊണ്ടായിക്കൊണ്ടായത്? സഹീഹായിട്ടുള്ളത്, അതായത് ഖബൂലാക്കുന്നതായ ഹദീസിന് മേൽ അമലാക്കുന്നതായ ആൾമാരായിട്ടുണ്ട്. സഹോദരന്മാരെ, എന്തിനായിരിക്കും ഈ ഖബൂലാക്കുന്നതായ ഹദീസ്, അക്സെപ്റ്റ് ആക്കുന്നതായ ഹദീസ്, മഖ്ബൂലായ ഹദീസ് തന്നെ എന്തോ നമുക്ക് പിടിയുണ്ടോ? ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് അതിനങ്ങ് എടുക്കുന്നത് നാളെ മേലുള്ളതായ ബാധ്യത ഇരിക്കും. അപ്പൊ അതിനകത്ത് എന്തോ എല്ലാ ഹദീസിനും എടുക്കാറുണ്ടോ? വർക്കത്തും വന്നു അളവാക്കം പറഞ്ഞാൽ നമുക്ക് വഴിപാടുന്നത് ഹദീസ് ചെന്നെങ്കിൽ അത് സഹിയായിട്ടുള്ളതായ ഹദീസ് മാത്രമേ എത്തിക്കൊള്ളൂ. എന്തിനായിരിക്കും സഹിയായിട്ടുള്ളതായ ഹദീസ്? അളവാക്കം പറഞ്ഞാൽ വഴിപാടുന്നത് മാ ഉദീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ. ഇനി ചില താരീഫ് കാണാൻ സാധ്യമാവും. ഔ സിഫത്തിൻ ഖൽഖി ഔ ഖുലുഖി. മാ ഉദീഫ ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റിവായത്ത് ആക്കപ്പെട്ടതായോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തതായോ എന്തെല്ലാം കാര്യങ്ങൾ? മിൻ ഖൗലിൻ, ഖൗൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൽക്ക, ഔ ഫിഅലിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആക്ഷൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ, ഔ തഖ്രീരിൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു അപ്രൂവ് ആക്കിയ അല്ലെങ്കിൽ അതിക്ക് ഇജാസത്ത് കൊടുക്കുക, അത് അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഫത്ത്. ഇതേ ടിക്കറ്റ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചെന്ത്ര അത് ഹദീസ് ആയിരിക്കും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്കൈറ്റിക്കും. അപ്പോൾ അതെന്താ ടിക്കറ്റ്? ഒരു ഹദീസ് ആയിരിക്കും. ഇന്ന് ചില ഹദീസ് നമുക്ക് കാണാൻ സാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്കത്തിലിക്കാല മാത്രമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആക്കിയോണ്ട് ചെന്ന് സഹാബിമാരത് റിപ്പോർട്ട് ആക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുന്നതായോ ശരീരോ കണ്ടതായ സഹാബിമാർ അങ്ങനെ റിപ്പോർട്ട് ആക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ദയിക്കുമ്പോൾ, അതായത് അത്തഹിയ്യത്ത് ദയിക്കുമ്പോൾ കണ്ടോ എട്ടക്കാലം മേൽ വെച്ചു നിന്ന്, അതേപോലെ ബെർലൊരു പന്ത് പാട്ടി വേണ്ടിയിട്ട്, അതേപോലെ ഭയത്തിന് മേൽ കൈ കെട്ടി വേണ്ടിയിട്ട്, ഹജ്ജിന് ഇങ്ങനെ തവാഫാക്കി വേണ്ടിയിട്ട്, അങ്ങനെ വേറെ വേറെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷനോ ചെറുതായ ഹദീസിന് പൽക്കങ്ങൾ, അതായത് സഹാബിമാരുടെ പൽക്ക, അതും എന്റെ ഹദീസ്. ഇനി ചിലപ്പോൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക കിട്ടാല അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം നമുക്ക് കാണാല ആ ഹദീസിൽ മാത്രം എന്തായിരിക്കും ഒരു കാര്യത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടായിരുന്നു, അതായത് പൽക്ക കൊടുത്തല്ല, സൈലന്റ് ആയിട്ട് പൽക്കരിയായിട്ട് അത് അംഗീകരിച്ചിട്ടായിരുന്നു, അതും എന്തായിരിക്കും ഹദീസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു യുദ്ധത്തെ സന്ദർഭത്തിൽ അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു അയാൾ ചില സഹാബിമാരെ കൂട്ടിയിട്ട് നല്ല ചലിന സന്ദർഭത്തിൽ തയ്യമ്മുമാക്കിയിട്ട് നിസ്കരിക്കരുത്. അപ്പൊ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ കേൾക്കരുത്, നിങ്ങൾ ഇങ്ങനെ ആക്കിയാൽ, അതായത് ഈ ചലിന സന്ദർഭം നിങ്ങൾ ഒരു ജനാബത്തുള്ളതായ അവസ്ഥയിൽ തയ്യമ്മുമാക്കിയിട്ട് നിങ്ങൾ നിസ്കരിപ്പാട്ടിയാറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. അപ്പൊ അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹു ചെല്ല് അതെ
ശരീരോ കാരണത്തിൽ ഞാൻ എന്താക്കിയ തയ്യമ്മുമാക്കിയിട്ട് നിസ്കരിച്ച അത് പിന്നെ അവർ ആയത്തോതുന്നു. അതായത് നിങ്ങൾ നഫ്സിനെ നിങ്ങൾ കൊല്ലണ്ട, ഒല തഖ്തുലു അൻഫുസകും, നിങ്ങൾ നഫ്സിനെ നിങ്ങൾ കൊല്ലണ്ട അല്ലാഹു ചെന്നല്ലേ. അപ്പൊ അങ്ങനെ സമയമാണ് എന്താക്കിയ തയ്യമ്മുമാക്കിയിട്ടാണ് നിസ്കരിപ്പായിട്ട്. അത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കരുത്, ചിരിക്കരുത്. അത്ര മാത്രമേ ദിക്ർ ഹദീസുള്ളത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കില്ല, നിങ്ങൾ അങ്ങനെ ആകുന്നത് തീരാൻ തെറ്റിച്ചല്ല. അപ്പൊ അതെല്ലാം എന്തിനെ കിട്ടുന്നത്, അങ്ങനെ ആക്കുന്നത് ജായിസ് എത്തിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം എത്തിക്കുന്നത്. അപ്പൊ ഇതും എന്താ എത്തിക്കുന്നത്, ഹദീസ് എത്തിക്കുന്നത്. അപ്പൊ ഹദീസ് എന്തിനോട് ചേർന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ, അതേപോലെ മൂന്നാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഫത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടിയുടെ വിഷയത്തിൽ പറഞ്ഞതായ റിവായത്തുകൾ. ഇതും ഹദീസായിട്ട് ചില ഉലമാക്കന്മാർ മുഹദ്ദിസീങ്ങ കണക്കാക്കാറുണ്ട്, നമ്മൾ മനസ്സിലാക്കണമായിരിക്കും. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ഹദീസ് ഉള്ളുണ്ടായെങ്കിൽ ഈ എല്ലാ ഹദീസിന് മേൽ അമലാക്കണം. ചില ഹദീസിന് എന്ത് കേട്ടിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ആക്കില്ല, ഞങ്ങൾ ചുമ കേട്ട കേട്ടിട്ടില്ല. ഇന്ന ഹദീസ് അത് വൈഫ് ആയിരിക്കും, ഇന്ന ഹദീസ് അത് മൗദു ആയിരിക്കും, ഇന്ന ഹദീസിന് മേൽ അമലാക്കുക ആവില്ല. എന്ത് കേട്ടിക്കുന്നതിന് കാരണം അപ്പൊ എന്തിനൊക്കെ സ്വഹീഹ് ഹദീസ് ചെല്ലുന്നത്. ഇമാം അൽ ബൈഖൂനി റഹിമഹുല്ലാഹ് അയാൾ ബൈഖൂനിയത്തിൽ ചെല്ലുന്നത് അവ്വലുഹ സ്വഹീഹു വഹുവ മുത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ യർവീഹി അദ്ലുൻ ളാബിതുൻ അൻ മിസ്ലിഹി മുഅതമദുൻ ഫീ നഖ്ലിഹി വ ളബ്തിഹി. ഇതിക്ക് ഹദീസ് സ്വഹീഹോ താരീഫായിട്ട് ഇമാം അൽ ബൈഖൂനി റഹിമഹുല്ലാഹ് ആ ഒരു കവിതയിലെ എഴുതിയത്. എന്നിട്ട് ഹദീസ് സ്വഹീഹ് അല്ലെങ്കിൽ ഒരു ഹദീസ് സ്വഹീഹായിട്ട് പറഞ്ഞുണ്ടായത് 5 ഷർത്തുണ്ട്. ഒന്നാമത്തത് ഇത്തിസാലു സനദ്, ഹദീസ് സനദ് എന്തെത്തിക്കണം, കണക്ട് ചെയ്തിക്കണം. ഇതും ഞങ്ങൾ കേട്ടങ്ങ് എത്തിക്കട സനദ് എന്ന് കേട്ടങ്ങ ഞങ്ങൾ ചൊമ്മാൽ ആമാരിക്കുക. അപ്പൊ എന്തെത്തിക്കുക സനദ് ചെറിയ സഹോദരന്മാരെ, ഹദീസ് ഞങ്ങൾക്ക് കിട്ടുന്നത് മുഹദ്ദിസീങ്ങളുടെ കിതാബിൽ നിന്ന് എത്തിക്കും. ഉദാഹരണത്തിന് ഇമാം ബുഖാരി, ഇമാം മാലിക് റഹിമഹുല്ലാഹ് മുവത്ത, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ മുസ്നദ്, അതേപോലെ ഇമാം മുസ്ലിം സ്വഹീഹ്, ഇമാം തിർമിദി, അതേപോലെ ഇബ്നു മാജ, അങ്ങനെ കിതാബിൽ നിന്ന് ഹദീസ് കിട്ടുന്നത്. അപ്പൊ അങ്ങ് ആ മുഹദ്ദിസീങ്ങ ഹദീസ് എഴുതിയാറുണ്ടായത് അങ്കു ആ ഹദീസ് ഓടിലേക്ക് കിട്ടിയത് അങ്ങനെ ഉസ്താദ്മാരിൽ നിന്ന് എത്തിക്കുന്നത്. ആ ഉസ്താദ്മാർ കിട്ടിയത് അങ്ങനെ ഉസ്താദ്മാരിൽ നിന്ന് എത്തിക്കുന്നത്. അങ്കു കിട്ടിയത് അങ്ങനെ ഉസ്താദ്മാരിൽ നിന്ന് എത്തിക്കുന്നത്. അങ്ങനെ ഒരേ ഉസ്താദ്മാർ കിട്ടിയിട്ട് താബീങ്ങളും തബോ താബീങ്ങളും സഹാബമാർ കിട്ടിയിട്ട് അവസാനത്തിൽ എത്രതോടെ എത്തിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ മുഹദ്ദിസിന് എത്രത്തോളമുള്ളതായ ആൽമാർ, ആ ആൽമാറോ കണക്ഷൻ എത്തിക്കുന്ന സനദിന് ചെല്ലുന്നത്. ಉದಾಹರಣೆಗೆ ನಾನು ನನ್ನ ಮೋಣಗೋರು ಬಿಸಿನೆಸ್ ಇಲ್ಲ, ನನ್ನ ಮೋಣು ಅವನ ಮೋಣಗೋರು ಬಿಸಿನೆಸ್ ಅದೇ ಬಿಸಿನೆಸ್ ಇಲ್ಲ. ಅವನು ಅವನ ಮೋಣು അങ്ങനെ ನನ್ನ പുല്ലിരോ ചല്ലി ಅವ್ರು തോലെത്തത് 4-5 തലമാർ തോലെത്തത്. അപ്പൊ ಅವನದ್ರ ಎಲ್ಲಿ ಬೇಕ್ರೆ ನನ್ನ ಬೋಬರ ഇങ്ങനെ ചെന്നിട്ട് ആരെങ്കിലും നിಂತು അവന്റെ അബ്ബൽ നിಂತು. അപ്പൊ ആ ഒരു സിൽസിലത്തിൽ എത്തിക്കുന്ന സനദിൽ ചെല്ലുന്നത്, ആ ഒരു ചെയിനിൽ എത്തിക്കുന്ന സനദ് ചെല്ലുന്നത്. അപ്പൊ ഈ ചെയിൻ എന്തെത്തിക്കോണം, ഈ സനദ് എന്തെത്തിക്കോണം, ചേർന്നെത്തിക്കണം. അതിൽ ഒരു വിട്ടുപോയിട്ടുള്ളതായ ഒരാളെ പോകുന്നില്ല. ഉദാഹരണത്തിന് നണ്ട പുല്ലി അവൻ ചെല്ലുന്ന നണ്ട ബോബ ഇങ്ങനെ ചെന്നത്. അപ്പൊ നണ്ട പുലിയോട് ഏതിൽ നിന്ന് കേട്ടോ, നണ്ടയിൽ നിന്ന് കേൾക്കാൻ സാധ്യത ചിലപ്പോ നാം മറിച്ചു പോയിട്ടിക്കുക. ഒരു ഉദാഹരണത്തിന് ചെല്ലുന്നത്. അപ്പൊ മറിച്ചു പോയിട്ടുള്ളതായ ബോബൽ നിന്ന് ഒരു വിഷയം എന്തോ ഉണ്ടായെങ്കിൽ ആരിൽ നിന്നോ കേട്ടിരിക്കണം, അവന്റെ അബ്ബൽ നിന്ന് കേട്ടിരിക്കണം. അപ്പൊ അവನು അവിടെ ഉദ്ധരിക്കണം, ചെല്ലണം, ഇത് ನಾನು ನನ್ನ ಅಬ್ಬಲ್ ನಿಂತು ಕೇಟ್ರೆ ಮಾತಾಡ ಚೆಂದಿಲ್ಲ ಅದೇನೋ ಅವರು ಸಹಿಯಾವಿಲ್ಲ, അവിടെ കട്ടാവും. അപ്പൊ ഇങ്ങനത്തെ ചൊമ്മ ശുറൂത്ത് എന്തെയ്തുണ്ട്, എത്തിസാൽ സനദ് ചേർന്നെത്തിക്കൊണ്ട് ചുറ്റുള്ളതായ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവും. ഇത് ഞാൻ നിങ്ങൾക്ക് ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസിന്റെ പടിപാട്ടി എടുത്തുള്ളതല്ല. എന്റെ താഴ്മാർ ചൊമ്മ സുലഭം ചെല്ലാതെ ആ ഹദീസിനെ എടുത്തില്ല, അല്ലെങ്കിൽ ഈ ഹദീസ് അത് വേണ്ട. അപ്പൊ ഹദീസ് ചെന്നെങ്കിൽ അത്ര സുലഭിച്ചുള്ളതായ ഒരു വിഷയമല്ല സഹോദരന്മാരെ. അത്ര പേരും എത്രമാ വലിയ
മെഹനത്തുണ്ട്. ഉലമാക്കന്മാർ അതിന് വേണ്ടി പണിയെടുത്തിറാറ്, ಅದಕ್ಕೆ ಶುರೂತು ಉಂಟು. ಅಪ್ಪ ಸಹೋದರಮಾರ ಅದ್ರೊಳಗ പഠിക്കും എന്തിനെത്തിക്കുന്നത് ഉലമാക്കന്മാർക്ക് എത്ര കഷ്ടമെന്നാണ് ഹദീസ് വേണ്ടിയിട്ട് ಅದರ ನೋಟಿಂಗ್ ಮಾತ್ರ ಎತ್ತಿಕ್ಕಿದ್ರೆ ಆ ಹದೀಸರ ಅಹಮಿಯತ್ ನಮಗೆ ಮನಸ್ಸಾಗೋಕೆ ಸಾಧ್ಯ ಆಗುತ್ತೆ. അതേപോലെ അത്ര മാത്രമല്ല ഹദീസിന്റെ സനദ് കറക്റ്റ് ആയിട്ടുണ്ടു. എല്ലാവരും അങ്ങനെ ഉസ്താദ്മാരെ കേട്ടാൽ തന്നെ സാധനം ഹദീസ് സഹിയാവണം അല്ല. ആ ഹദീസിൽ ഉള്ളതായ എല്ലാ ആൾമാർ റാവിമാർ അങ്ങനത്തെ എത്തിക്കണം, എത്തിക്കണം, എല്ലാവരും അദാലത്തുള്ളതാണ് എത്തിക്കണം, അല്ലെങ്കിൽ സത്യസന്ധത ഉള്ളതായ ആൾമാരെ എത്തിക്കണം. ഉദാഹരണ ഒരു ഹദീസിൽ ഒരു സനദിൽ ചിലപ്പോ 20 ആലിക്കുക, 15 ആലിക്കുക, 25, 30 ആൾമാരിക്കുക. അതിൽ പ്രത്യേക റാവിൽ അവനെന്ത് എത്തിക്കണം, സത്യസന്ധത ഉള്ളവനെ എത്തിക്കണം, ട്രസ്റ്റ്വർത്തി എത്തിക്കണം. എങ്ങനെ എത്തിക്കുന്നത് പിടിയോറോ ಪ್ರತಿಯೊಂದು ರಾವಿರೋ ಬಯೋಗ್ರಫಿರೋ ಅವನ ಜೀವನ ಚರಿತ್ರೆ ಎತ್ತಿದ್ದು ನೋಕಿಟ್ಟು ಆರೆತ್ತಿಕ್ಕಿರಿ ರಾವಿ ಓಡೆತ್ತಿಕ್ಕಿರಿ ಪೆತ್ತರು ಆರೆಲ್ಲಿದ್ದು പഠിച്ചിರೋ ഏത് ഹിജിലെത്തിക്കിരി പെത്തത് ഏത് ഹിജിലെത്തിക്കിരി മറിച്ചത് ഏത് ആയത്തിൽ ഇന്നത് ഏത് ആയത്തിക്കല്ല ഇയാൾ പോയിരു ആരോട്ടെല്ലാം തെച്ചിരു ആരോട്ടെല്ലാം പഠിച്ചിരു ചെന്ന് പ്രതിയൊരു രാവിലെ ബയോഗ്രഫി കളക്ട് ആക്കിയിട്ട് അയാൾ സത്യസന്ധത ഉള്ള ആളാ ചെന്ന് അറിഞ്ഞോ പിന്നെ ഇരിക്കുന്ന സഹോദരന്മാരെ ആ ആളോ അക്സെപ്റ്റ് ആക്കുക. ഇന്ന് ആ ആളുടെ വിഷയത്തിൽ എന്തായാലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായത് ഇന്നായിട്ട് ആ ആള് സത്യസന്ധതയിൽ കുറവുണ്ട്, അയാള് ഓപ്പൺ ആയിട്ട് ഹറാമാക്കി വെക്കുന്ന ആള്, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ കലോചന വയ്ക്കും, ഇങ്ങനെ എന്തായാലും ഒരു ചെറിയ ശക്തി ആ ആളോട് അക്സെപ്റ്റ് ആക്കിക്കൊണ്ടില്ല. അപ്പൊ ഹദീസിനോ പഠനത്തിലോ അല്ലെങ്കിൽ ഹദീസ് അത്ര അഹ്മിയത്തുള്ളതായ ഒരു കാര്യത്തിൽ അതേപോലെ ആ ആള് ആ ഉസ്താദ് കിട്ടിയ ആ രാജ്യത്തിന് പോയിര ചെന്തുള്ളതായ എല്ലാ പഠന ಅದರೊಂದು ಸ್ಟಡಿ ಅದು ಆಗಿರೋದು ಅದು ಮುಹದ್ದಿಸಿಂಗ್ ಆಕಿಯದೈತಿ. അതേപോലെ മൂന്നാമത്തത് ഇന്ന് ആ ആൾ സത്യസന്ധത ഉള്ള ആലോചനയുമായവ ഇല്ല. ആ ആൾ എന്ത് വേണം, ضبط വേണം, അയാൾ മെമ്മറി നല്ല വേണം, നല്ല ನೆನಪು ಶಕ್ತಿ ഉള്ള ആളാവണം. അയാൾ ನೆನಪು ശക്തിയിൽ കുറഞ്ഞ ബന്ധമുണ്ടായെങ്കിൽ ആ ഹദീസ് എന്താവും, സഹീഹിൽ നിന്ന് കീഴ്പെട്ട് ഹസനാവും, ചിലപ്പോൾ അത് ضعീഫാവും. അപ്പൊ ഇത്തരത്തിൽ കണ്ടീഷനുള്ള ഒരു ഹദീസിനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഹദീസിലെ റാവിമാർ ഓർത്തോർത്ത് കിട്ടിയതായ ആളെത്തിക്കണം, ഹദീസിലെ റാവിമാർ സത്യസന്ധത്തിന്റെ ആളെത്തിക്കണം, ഹദീസിലെ റാവിമാർ ഭക്തുള്ളതായ ആൾമാരെത്തിക്കണം, നല്ല മെമ്മറി പവറുള്ള എത്തിക്കണം. അതേപോലെ ആ ഹദീസിൽ ശുദൂദിക്ക് ಹೋಗುತ್ತೀರಾ, ಶುದೂದ್ ಜನಕ್ಕೆ ಓರೋ ಹದೀಸ್ ಇನ್ನೊಂದು ಹದೀಸಿಗೆ ಎದುರಾವರು. ಅದರ ವಿಷಯದಲ್ಲಿ ಇನ್ಶಾಅಲ್ಲಾ ವಿಶದೀಕರಣ ಮಾಡ್ತೀನಿ. പഠിക്കണോ ചെന്ന് എത്തിക്ക് വെച്ചോളൂ. എന്ത് ജനക്ക് ഈ ഒരു മജ്ലിസിൽ ഹദീസിനെ പഠിപ്പാടുക സാധ്യമല്ല, അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസിനെ പഠിപ്പാടുക സാധ്യമല്ല. അതിനെ പഠിക്കുക പ്രയത്നമാക്കണം. അതേപോലെ അതിലെ ഇല്ലത്തിക്ക് ಹೋಗುತ್ತೀರಾ, ഹദീസ് എന്തൊക്കെ ಹೋಗುತ್ತೀರಾ, ചെറിയ ചെറിയ മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് ഒരു താലിബുൽ ഇൽമും ചിലപ്പോൾ കാണാല. വലിയ വലിയ മുഹദ്ദിസീങ്ങും ആ ഹദീസിന്റെ സനദും ಅದರ മതനും എടുത്ത് പഠിക്കുമ്പോൾ മാത്രമേ ഇതിക്ക് പിടിയാവൂ ഈ ഹദീസിന്റെ ഇല്ലത്തുണ്ട്. അപ്പൊ അത്തരെല്ലാം നോക്കിയിട്ട് റാവിമാർ പഠനം മതന്ദ്ര നോക്കിയിട്ടും സനദ്ര നോക്കിയിട്ടും അത് എല്ലാം ಅದರ റിസർച്ച് ആക്കി പിന്നെ ഇതിക്ക് ആ ഹദീസ് സഹീഹ ضعീഫ ചെന്ന് പിടിയാവൂ. ഇന്ന അൽഹംദുലില്ലാഹ് ഒരു ഹദീസ് സഹീഹ ضعീഫ ചെന്ന് പിടിയാവുണ്ടായിട്ട് ഗൂഗിളിൽ സെർച്ച് ആക്കി കഴിയാം. മക്തബ ഷാമിയത്തിൽ ലക്ഷ്യമായി അല്ലെങ്കിൽ ഒരു കിതാബ് എടുത്ത് നോക്കിയുമായി മാത്രമാ അದ್ರ പേരോട് എത്രമാ പണിയാക്കിയാണ് മുഹദ്ദിസീങ്ങ. എന്തിക്കെത്തിക്കണം അത്ര പണിയാക്കിയത്, ಅಂಕೋ ಹದೀಸರ ಅಹಮಿಯತ್ ಬಿಡಿಂಡು, ಹದೀಸರು ಅದರ ಎಂದಿಗೆ ಎಂದ್ರೆತ್ತಿಗೆ ಹದೀಸ್ ಅದರ ಅವಶ್ಯಕತೆ ಇತ್ತರ ಚೆಂತುಲದಾಯ ಕಾರ್ಯ ಬಿಡಿಂಡು. ಒಂದು ಹದೀಸ್ ಬೇಡೈತು അല്ലെങ്കിൽ ആ ഹദീസിലെ റാവിയെ കിട്ടുക വേണ്ടി എത്രമ 1000 കിലോമീറ്റർ സഫറാക്കിയതായോ റഹ്ലാക്കിയതായോ ഉലമാക്കന്മാർ മുഹദ്ദിസീങ്ങളുള്ള. അപ്പൊ സഹോദരന്മാരെ സലഫുന അങ്ങനെ ഈ ഹദീസിക്ക് വന്നതായ കഷ്ടം ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് പിടിയാവും. ഹദീസിക്ക് എത്ര അഹ്മിയത്തുണ്ട്, അഹ്മിയത്ത് ഇല്ലാണ്ട് ഞങ്ങൾ ഓർക്കത്തും ആക്കാല. സലഫുകൾ സിഫത്ത് എത്തിക്കരുത്, ഒരു കാര്യത്തിൽ ഫായത ഇല്ലാണ്ട് ഓർക്കത്തും അങ്ങനെ മുട്ട പോകാതെ. അപ്പൊ അങ്ങനെ ജീവന പര്യന്ത ಬೇರೆ ಬೇರೆ ಮುಹದ್ದಿಸೀಗಳನ್ನು എടുത്ത് നോക്കി സാധ്യമാവും അങ്ങ് മഹിളമായി തിക്കാല. എന്തിക്ക് അത്ര മഷ്കൂലായിട്ടിన్నారు ഹദീസിന്റെ വിഷയത്തിൽ. അപ്പൊ സഹോദരന്മാരെ ഈ ഹദീസിന്റെ അഹ്മിയത്ത്
ഞങ്ങൾ അതിൽ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മയ്യാവും. അപ്പൊ ഇന്ന് ഹദീസ് ചെല്ലുന്നത് അല്ലെങ്കിൽ ಅದು ಎಂದಿಗೆ ಎತ್ತಿದ್ರೆ ನಾವು ಬೆನ್ಮ ಇದು ಅದರ ಅಹಮಿಯತೆ ಎಂದರೆ ಎತ್ತಿದ್ರೆ ഒന്നാമത്തെ കാര്യം ನಾವು മനസ്സിലാക്കണത് ഹദീസ് ചെല്ലുന്നത് അത് വഹിയേക്കില്ല. ഹദീസ് ചെല്ലുന്നത് അത് വഹിയേക്കില്ല. ഹദീസിന് നിഷേധാക്കുന്നതായ ആൾമാർ മനസ്സിലാക്കണം ഞങ്ങൾ ഖുർആന്റെ വഹി ചെന്ന് അംഗീകരിക്കാനായിരിക്കുക. അങ്ങനെ അംഗീകരിക്കാനായിട്ടെങ്കിൽ ഞങ്ങൾ ഹദീസും അത് വഹി ചെന്ന് അംഗീകരിക്കണമായിരിക്കും. നമുക്ക് വീട്ടിലെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರು ಪಲ್ಕ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഖുർആനിൽ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് വമാ യൻതിഖു അനിൽ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർക്കത്തും തന്റെ ദേഹേച്ഛയ്ക്കനുസരിച്ചിട്ട് തന്റെ സ്വന്തം അഭിപ്രായം വർക്കത്തും വെക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും ദീൻ വിഷയത്തിൽ ചെന്നുകൊണ്ടുണ്ടായെങ്കിൽ അത് നിശ്ചയമായിട്ടും അല്ലാഹുവിന്റെ വഹിയുടെ അടിസ്ഥാനത്തിലേക്ക് സുബ്ഹാനല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തന്റെ സ്വന്തം അഭിപ്രായം ദീനിൽ ചെല്ലുകാവില്ലാണ്ടായെങ്കിൽ എന്റെ എത്ര മാൽമാർ എന്റെ ഞങ്ങളുടെ സ്വന്തം അഭിപ്രായം ഞങ്ങൾ എത്ര ചെന്നിട്ടുള്ള ദീനിന്റെ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ചുമ ജാഗ്രതാക്കണായത് സഹോദരന്മാരെ. അപ്പൊ ഒന്നാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണായത് ഹദീസ് ചെല്ലുന്നത് അത് വഹിയേറ്റിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പടിപാട്ട് ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മഅഹ്. നിശ്ചയമായിട്ടും നമുക്ക് കിതാബ് അതായത് ഖുർആനൊക്കെ നൽകപ്പെട്ടു അതൊട്ടുകു മിസ്ലഹു മഅഹ് അതൊട്ടുകു അത് പോലത്തതൊന്നും നമുക്ക് കിട്ടിയത്. ഖുർആൻ പോലത്തതൊന്നും നമുക്ക് കിട്ടിയത്. എന്തിനാ ഖുർആൻ പോലത്തത്? ഹദീസ് എത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എത്തിക്കുക. അതേപോലെ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ അഹ്മിയത്ത് ഹദീസിന്റെ വഹി എത്തിക്കുക. രണ്ടാമത്തത് ഹദീസ് ചെല്ലുന്നത് അത് ഖുർആന്റെ തഫ്സീർ. ഖുർആൻ ഞങ്ങൾ അനുസരിക്കും അല്ലെങ്കിൽ ഖുർആൻ മാത്രമായി ചെന്നുള്ളതായ ആൾമാറും കാലി ഖുർആൻ മാത്രം എടുത്തെങ്കിൽ മയ്യാവാം ഒക്കത്തും സാധ്യമല്ല. ഖുർആന്റെ എത്രമാ മസായിൽ അതിന് മേൽ ഞങ്ങൾ അമലാക്കുന്നുണ്ടായിരുന്നു, അതിനെ ഞങ്ങൾ അർത്ഥാക്കിയുണ്ടായിരുന്നു. ഹദീസ് അല്ലാണ്ട് ഞങ്ങൾക്ക് അത് അർത്ഥാക്കാൻ സാധ്യമല്ല. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചെന്നത് വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് ನಾನು നിങ്ങൾക്ക് ഖുർആൻ അതായത് ഈ ദിക്റോ നാസിലാക്കിയത് എന്തിനെ ദിക്ർ ലിതുബയ്യിന ലിന്നാസ് ആൾമാർക്ക് ഇത് എക്സ്പ്ലെയിൻ ആക്കാൻ വേണ്ടി. ഈ ഖുർആന്റെ ആൾമാർക്ക് എക്സ്പ്ലെയിൻ ആക്കാൻ വേണ്ടി ദിക്ർ. അപ്പൊ ഈ ഖുർആന്റെ എക്സ്പ്ലനേഷൻ ദിക്ർ, ഈ ഖുർആന്റെ തഫ്സീർ ദിക്ർ എന്തോ ഹദീസ് ചെല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്രമാത്രം നമുക്ക് പഠിപ്പിച്ചില്ല. വാഖിമിസ് സ്വലാത്ത്, നിങ്ങൾ നിസ്കരിക്കൂ, സകാത്ത് കൊടുക്കൂ. അപ്പൊ എങ്ങനെ എത്തിക്കണം നിസ്കരിക്കണം? ഖുർആനിലൊക്കെ കാണാൻ സാധ്യമാവും. എപ്പോ എത്തിക്കണം നിസ്കരിക്കണം? നിസ്കാരത്തെ നിങ്ങൾ ടൈം ഒട്ടും കൽപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്നത്. അപ്പൊ ആ ടൈം ഏതിന്റെ ഖുർആനിലൊക്കെ ഉണ്ടാ? ഫജ്ർ നിസ്കാരം എത്ര റക്അത്ത്, ളുഹർ എത്ര റക്അത്ത്, അസ്ർ എപ്പ, മഗ്രിബ് എപ്പ, ഇശാ എപ്പ, ಆ ನಿಸ್ಕಾರದ ಶುರೂತ್ ಎಂದರು, ಅದರ ಅರ್ಕಾನ್ ಎಂದರು, ಅದರ ವಾಜಿಬಾತ್ ಎಂದರು. ಇದು ಎಲ್ಲ ನಾವು ಕಿಟ್ಟಿರೋದು ಏದರಿಂದ ಐತಿಕ್ರು? ಹದೀಸಲ್ಲಿ ಐತಿಕ್ರು. സകാത്ത് ഇതിനൊക്കെ കാണാൻ സാധ്യ ചിലന്മാർ അതായത് ഹദീസ് നിഷേധിക്കണം. അങ്ങനെ ചിലത് സകാത്ത് ജീവനത്തിൽ അവർക്ക് കൊടുത്തേക്ക് വയ്യാവും, ഇന്നത് കൊടുത്തില്ലെങ്കിൽ വലിയ ബിസിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും കാത്തു രക്ഷിക്കണം. സഹോദരന്മാരെ, അഹ്മിയത്തിലുള്ള എന്തി പഠിക്കണം ചെല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രൂപ്പ് ഇങ്ങനത്തെ ആൾമാർ ಯಾರ್ಯಾರಾಯ್ತಲ್ಲ ಹಂಗ ഞങ്ങളൊക്കെ ശുഭഹത്ത് ഇട്ടുള്ള ഞങ്ങളുടെ മക്കളുടെ മേൽ ശുഭഹത്ത് ഇട്ടുള്ള. അപ്പൊ ഇದ್ರ അഹ്മിയത്ത് നമുക്ക് പിടിയില്ലാണ്ടായെങ്കിൽ ചില സമയം ആ ശുഭഹത്തിൽ നമ്മൾ പൂത്തു പോവാം. അല്ലാഹു കാത്തു സലാമത്താക്കും. അപ്പൊ ഹദീസിലെ അഹ്മിയത്ത് എന്തുകൊണ്ട് നമുക്ക് പിടിനെ എത്തിക്കരുത്, ആ ശുഭഹത്തിൽ നിന്ന് നമുക്ക് ബച്ചാവാക്കാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് കൊടുക്കണം എന്ന് കൽപ്പിക്കുക, മാത്രം എപ്പോ കൊടുക്കണം, എത്ര കൊടുക്കണം ചെന്തുള്ള വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിൽ മുഖാന്തരം എത്തിക്കുന്ന പരിപാടികൾ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിപാടിയത് തിന്നുന്ന വിഷയത്തിൽ ഭക്ഷണം ഞങ്ങൾ എന്താക്കണം, എങ്ങനെ എത്തിക്കണം തിന്നണായത്, അർത്ഥത്തെ എത്തിക്കണം തിന്നണായത് അല്ലെ. അതേപോലെ ചത്തുള്ളതായ ഒരു പ്രാണിയാണോ തിന്നല്ല, ജായിസ് അല്ല. അപ്പൊ മീനിന്റെ അവസ്ഥ എന്താ എത്തിക്കരുത്? മീൻ തിന്നത് ജായിസ.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പായിട്ട് എന്താണ് അതുക്കുള്ളതായ ഉത്തരം നമുക്ക് കിട്ടുന്നതോടെ എത്തിക്കരുത്, ഹദീസിലെത്തിക്കരുത്. ഒരു ഹദീസ് നിഷേധിக்கிறവനോട് ഒന്നാമത് കേൾക്കണത് നിങ്ങൾ മീൻ തിന്നറാണ്, അതുക്കുള്ളതായ ദലീലെന്തോ. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ഖുർആനിലുള്ളതായ ആയത്തുകൾ, അഹ്കാമുകൾ, അതിനോ എക്സ്പ്ലനേഷൻ അത് നമുക്ക് കിട്ടുന്നത് ഏതിലിന്റെ എത്തിക്കരുത്, ഹദീസിലിന്റെ എത്തിക്കരുത്. ചെറുതുള്ളതായ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണമായത് എത്തിക്കരുത്. അതേപോലെ ചുമത്തെ കാര്യങ്ങൾ ഹദീസിൽ നമുക്ക് ക്ലിയർ ആവും. ഖുർആനിൽ പറഞ്ഞതായ എത്ര ആയത്തുകളോ തഫ്സീർ നമുക്ക് കാണുക കിട്ടില്ല, അതിലെ തഫ്സീർ നമുക്ക് കിട്ടുന്നത് ഹദീസ് മുഖാന്തരം എത്തിക്കരുത്. അതേപോലെ മൂന്നാമത്തോ വിഷയം എത്തിക്കരുത് അഹ്കാമുകൾ, ഖുർആനിലുള്ളതായ അഹ്കാം അല്ലെങ്കിൽ ഇസ്ലാമിൽ ശരീഅത്തിലുള്ളതായ അഹ്കാം, ഇതും നമുക്ക് സാധിക്കുന്നത് ഹദീസ് മുഖാന്തരം എത്തിക്കരുത്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാനിലെ ആൽമാരുടെ ചൊമ്മ ഇഖ്തിലാഫ് ആയിട്ടുണ്ട്. അതായത് ചില വിഷയത്തിലുള്ളതായ അഹ്കാമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേട്ടു എന്നാണ്. അതുക്കുള്ളതായ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്നും ചെന്നോന്നിട്ട് അതേപോലെ അതിന്റെ വിശദീകരണ ഹദീസിലും ആക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പാക്കറ യാ അയ്യുഹല്ലദീന ആമനൂ അതിയുല്ലാഹ വ അതിയു റസൂല വ ഉലിൽ അംരി മിൻകും. ഈ സത്യവിശ്വാസിമാരെ, നിങ്ങൾ അല്ലാഹുവെ ഇതാഅത്ത് കറോ, അല്ലാഹുവിനെ നിങ്ങൾ ഇത്തിബാ കറോ. വ അതിയു റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ കറോ, ഇത്തിബാ കറോ. വ ഉലിൽ അംരി മിൻകും, അതായത് അമീർമാർ, ഖലീഫമാർ, അങ്ങനെ ഇത്തിബാ കറോ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ ഏതായാലും ഒരു വിഷയത്തിൽ നിങ്ങൾ അതിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഡിസ്പ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു, ഓടെ കയറ്റിക്കൊണ്ട് മടങ്ങായത് ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവും അല്ലാഹുവോ റസൂൽ കയറ്റി. അപ്പൊ സഹാബിമാർ അന്നത്തെ സമാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അങ്ങ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട്ട് പോയി തിന്നാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിച്ചാൽ പിന്നെ എങ്ങനെ എത്തിക്കണമെങ്കിൽ അല്ലാഹുവും റസൂലും മടങ്ങുന്നത് ഖുർആനുക്കും സുന്നത്തും എത്തിക്കണം, ഖുർആനുക്കും സുന്നത്തും എത്തിക്കണം. അപ്പൊ ആ ഖുർആനിൽ എന്തിനെത്തിക്കുള്ളത്, ആ ഹദീസിൽ എന്തിനെത്തിക്കുള്ളത്, ചെറുതുള്ളതായ അഹ്കാമുകളെ ഞങ്ങൾ പഠിച്ചിട്ട് എത്തിക്കണോ, ഞങ്ങൾ അമലാക്കണമായിരുന്നു. അതേപോലെ സഹോദരന്മാരെ, ചുമ്മത്തെ ഹദീസിൽ നമുക്ക് കാണുമ്പോൾ സാധ്യമാവും ശരീഅത്തിലെ മസായിലുക, മുആമലാത്തിലെ മസായിലുക, മീരാത്തിലെ മസായിലുക, വിഭാഗത്തിലെ മസായിലുക, ഇതിലോ അഹ്കാം ചിലപ്പോ ചില കാലഘട്ടത്തിൽ അത് ചേഞ്ച് ചെയ്ത് വന്നു. അപ്പൊ ഈ എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾക്കുണ്ടായത് അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളതായ തെരുവെന്തിരിക്കുന്നത് ഹദീസിന് മടങ്ങുന്നതായിരിക്കും, ഖുർആനിന് മടങ്ങുന്നതായിരിക്കും. ഇതേറ്റിക്കും മൂന്നാമത്തെ അഹ്മിയത്ത്. പിന്നെ നാലാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് അഖ്ലാഖുൽ ബിസിയാണ്. ഞങ്ങൾ ദുനിയാവിൽ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചോന്നുള്ളാണ്ടായിരുന്നു, ഒരു സാമുദായിക ജീവനം ആക്കിയൊന്നുള്ളാണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത്യേകത്തേറ്റിക്കുന്ന ഞങ്ങൾ അഖ്ലാഖ്, ഞങ്ങൾ അദബ് അതിൽ സൂക്ഷിക്കുന്നത്. ഒരാളുടെ പൽക്കരി എങ്ങനെ പൽക്കരിയാണ്, കുടുംബ ജീവൻ ഞങ്ങൾ എങ്ങനെയിക്കോളൂ, അതേപോലെ ഞങ്ങൾ സാമുദായിക ജീവൻ, ഞങ്ങൾ സാമാജിക ജീവൻ എങ്ങനെയിക്കോളൂ, ചെറുതുള്ളതായ വലിയ അകത്തുള്ളതായ ഒരു കാര്യം എത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ആരെങ്കിലും തെറ്റിക്കൊണ്ട് പഠിക്കണമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിക്കുന്നത്. എന്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിക്കുന്നത് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നിശ്ചയമായിട്ടും നിങ്ങൾ നല്ല അദീമായിട്ടുള്ളതായോ അഖ്ലാഖുള്ളതായി എത്തിക്കുക, ശ്രേഷ്ഠമായിട്ടുള്ളതായ അഖ്ലാഖുള്ളതായി എത്തിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്തതായോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖിനെ എത്തിക്കുന്ന ഇത്തിബാ. അപ്പൊ ആ അഖ്ലാഖിനെ ഓടലിന്റെ കിട്ടുന്നത് ഖുർആനിൽ മാത്രമല്ല ഹദീസിൽ എത്തിക്കുന്നത്. എങ്ങനെ എത്തിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണൈമാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക എങ്ങനെ എത്തിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് സഹാബമാരോട് എങ്ങനെ എത്തിയത്, പാണ്യത്തെ വിഷയത്തിൽ എങ്ങനെ എത്തിയത്, നരകരരോട്ട് എങ്ങനെ എത്തിയത്, അമുസ്ലിമീങ്ങളോട്ട് കുഫാർമാരോട്ട് എങ്ങനെ എത്തിയത്, ഇത് എല്ലാം നമുക്ക് കിട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖും അദബും നമുക്ക് കിട്ടുന്നത് ഹദീസിൽ നിന്ന് എത്തിക്കുന്നത്. ആ ഹദീസിൽ ഞങ്ങൾ പഠിച്ചിട്ടില്ലാണ്ടായെങ്കിൽ, ആ ഹദീസിൽ ഞങ്ങൾ ഗമനം കൊടുത്തിട്ടില്ലാണ്ടായെങ്കിൽ ಇದರ ಮೇಲೆ ನಾವು ಅಮಲಾಕು ಬರ್ತದಕ್ಕೂ ಸಾಧ್ಯ ಇಲ್ಲ. ಅದಕ್ಕೆ ನಾವು ಅದಕ್ಕೆ ಕಾರಣ ಇಂದು ಚೊಮ್ಮೆತ ಮುಸ್ಲಿಮೀಂಗ ಅಂಗಲ ಅಖ್ಲಾಕು ಚೊಮ್ಮೆ ಕೀಳಿತುಲದ ದರ್ಜೆಲೆತ್ತಿರುള്ളത്. ಅಂಗಲ ಪಲ್ಕ ಮಗಲ ಎಡಪಾಡು ಮಗಲ ಬಾಣ್ಯ ಅಂಗಲ ಮನಿಲ അതേപോലെ അങ്ങനെ അവരുടേതായ കാര്യങ്ങൾ അതിനെ നോക്കിയെങ്കിൽ നമുക്ക് പിടിയാവും. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ കാണാൻ സാധ്യത. എന്തിന് ഹദീസിന്റെ വിഷയത്തിൽ
ಅಂಗ ಕಾಟಾಕದಾಯ ಒಂದು ತಾಲ್ಪರ್ಯ ಐತಿ ನಂಗ ಪ್ರತಿಯೊಂದು ವಿಷಯ ನಂಗೆ ಹಾಕೊಂಬತ್ತು ಅದಕ್ಕೆ ಸಂಬಂಧಿಸಿದಾಯ ಹದೀಸರನ್ನ ತೇಡ್ರಾಟಾಗಿ ಅದಕ್ಕೆ ಸಂಬಂಧಿಸಿದಾಯ ಹದೀಸರನ್ನ പഠിക്കലാണ്ടാಗಿ ಅದರ ಮೇಲೆ ಅಮಲಾಕೋಗ ನಮಗೆ ಸಾಧ್ಯವಾಗುತ್ತೆ. ಸಹೋದರಮಾರೆ ನಗಲ ಮಕ್ಕಳು ಎತ್ತರ ಹದೀಸರ ಬಡಿ ಕೊಡ್ತಾರ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಎತ್ತರಮ ವರ್ಷ ನಮಗೂ ಮುಕ್ಮಿನಿಗೆ ಜೀವಿಗೆ ಒಂದು ಅವಕಾಶ ತಂದ ಎತ್ತರಮ ಖುತ್ಬನ ಈ ಬಲ್ಲಿಗೆ ಕೇಟ್ರ ಅಲೆ ಅರಬಿ ರಾವಲದಾಯ ಖುತ್ಬತು ಹುಟ್ಟುದು ನಗಲ ಭಾಷೆಯಲ್ಲಿ ಆವಲದಾಯ ಖುತ್ಬತು ಬೇನೆ ಇದ್ರೆ ಬಲ್ಲಿಗೆ ತೆಗಿಸುವಂತ ಖುತ್ಬತ ಕೇಟ್ರ ಆ ಖುತ್ಬತಿಗೆ ಎತ್ತರಮ ಹದೀಸನ ಕೇಳಿ ತಿಕ್ಕುವ ಎತ್ತರಮ ಚರ್ಯನ ಮನಸ್ಸಲಾಗಿ ತಿಕ್ಕುವ ಅದಕ್ಕೆ ಎತ್ತರ ಹದೀಸ್ ಎಂದಿಗೆ ನಾವು ಬಂದದು ಮೂರು ಹದೀಸ ಜನ್ನ ಹದೀಸ ಮೂರು ಹದೀಸಗಳ ಬಾಯಿಗೆ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪಲ್ಕ ಸಲ್ಲೋಕೆ ಸಾಧ್ಯ ಅವರ ಆ ಹದೀಸಗಳ ಮಕ್ಕಳು ಬಡಿ ಕೊಡೋಕೆ ಸಾಧ್ಯ ಅವರ പിന്നെ എങ്ങനെ ഇരിക്കുന്ന സഹോദരന്മാരെ ഞങ്ങളെ മക്കളെ നല്ല അഖ്ലാഖിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവും. അത് ആ കട എങ്ങനെ ഇരിക്കുന്ന നമുക്ക് ചെല്ലൊക്കെ സാധ്യ ನನ್ನ ಮಕ್ಕಳ ನನ್ನ ಪಲ್ಕ ಕೇಕಿಲ್ಲ ಅಖ್ಲಾಖಿಲ್ಲ ಅದಬಿಲ್ಲ ಅದು ಪಡಿಪಾಡಿ ಕೊಡ್ಕೊಂಡು ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸೀರത്തിൽ ನಿಂತೈತಿದ್ರು ಹದೀಸಿൽ ನಿಂತೈತಿದ್ರು ಅದಲ್ಲದೆ ಅಮುಸ್ಲಿಮೀಗಳ ಸ್ಕೂಲು ಗತ್ತಿದ್ದ അല്ലെങ്കിൽ അങ്ങള അഖ്ലാഖ പടിപാടിത്ത വർക്കത്തും ഞങ്ങളെ മക്കളെ അഖ്ലാഖ് സമാവും പോണില്ല. അപ്പൊ ഹദീസ് പഠിക്കുന്നതായ നാലാമത്തെ അഹ്മിയത്ത് നമ്മൾ മനസ്സിലാക്കണത് ഞങ്ങളെ അഖ്ലാഖിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖിൽ നിന്ന് പഠിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം അതേപോലെ അവസാനത്തെ ഒരു കാര്യം റസൂൽ അതായത് ഹദീസിലോ അഹ്മിയത്ത് അത് എത്ര ചെന്നെങ്കിൽ ഇസ്ലാമിലോ സംരക്ഷണ അത് ഹദീസിന്റെ മുഖാന്തരം എത്തിക്കുന്നത്. എങ്ങനെ എത്തിക്കുന്നത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്തിൽ പഠിപ്പാടുക ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നിശ്ചയമായിട്ടും ഈ ദിക്റോ ഞങ്ങൾ ദിക്ർ നാസിലാക്കിയത് ഞങ്ങൾ അത് നാസിലാക്കിയ വഇന്നാ ലഹു ലഹാഫിദൂൻ. നിശ്ചയമായിട്ടും അതിനെ ഞങ്ങൾ എന്താക്കുക ഹിഫാദത്ത് ആക്കുക അതിനെ ഞങ്ങൾ പ്രൊട്ടക്ട് ആക്കുക ഞങ്ങൾ സംരക്ഷിക്കണം. ഇവിടെ ഇന്നാ നഹ്നു നസ്സൽന الذിക്റ ഈ ദിക്റിക്ക് ഉലമാക്കന്മാർ അതേപോലെ മുഫസ്സിരീങ്ങൾ തങ്ങൾ തഫ്സീറിൽ എഴുതിയത് ഇതിൽ ഖുർആനും ഉണ്ട് അതേപോലെ ഹദീസും ഉണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ഖുർആന അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് ചെന്നത് ഇന്നാ നഹ്നു നസ്സൽന الذിക്റ ആ ദിക്റുകളുടെ ദിക്ർ ഹദീസ്. ഈ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് ആ സംരക്ഷണ ഒരു നതീജ കണ്ടുള്ളത് ഉലമാക്കന്മാർ ഹദീസ് സഹീഹും ദഈഫും മൗദൂഉം ಬೇರೆ ಬೇರೆ ಆಗಿ ಎದುರುವೆಚ್ಚದು. ಅಪ್ಪ ಸಹೋದರಮಾರೆ ಈ ಹದೀಸರು ಹಿಫಾದತ್ ಇಲ್ಲ ಅಂತ ಐತಿನ್ನೆಗೆ ಇಸ್ಲಾಮಿ ಅಂತ ಐತಿಕ್ಕು ಚೆಲಬ ಇಲ್ಲ ಅಂತಾವು. ಅಪ್ಪ ಈ ಹದೀಸರ ಸಂರಕ್ಷಣೆ ಆಗಿರ್ತದೆ ಆರು ಐತಿಕ್ಕರು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಐತಿಕ್ಕರು. ಅಪ್ಪ ಇದೇ ತಿಕ್ಕರು ಅಂಜಿ ಅಹ್ಮಿಯತ್ ನಂಗೆ മനസ്സിലാക്കണ അതല്ലാണ്ട് ചൊമ്മത്തെ കാര്യങ്ങ ഹദീസರ വിഷയത്തിലുണ്ട്. ആ ഹദീസರ വിഷയത്തിൽ പഠിക്കൂ ನಂಗೆ ಎಲ್ಲರೂ ಪ್ರಯತ್ನ ಹಾಕೋಣ. ಇನ್ನೊಂದು ನಾನು ರಿಪೀಟ್ ಆಗ್ರೆ ಹದೀಸರ ಅಹ್ಮಿಯತ್ ഒന്നാമത്തത് അത് വഹി എത്തിക്കുന്നത്, രണ്ടാമത്തത് അതിന്റെ എത്തിക്കല് തഫ്സീർ എത്തിക്കുന്നത്, ഖുർആന്റെ എക്സ്പ്ലനേഷൻ എത്തിക്കുന്നത്, മൂന്നാമത്തത് അഹ്കാം ഖുർആൻ അതായത് ശരീഅത്തുൽ അഹ്കാം ഞങ്ങൾ പഠിക്കുന്നത് ഹദീസിന്റെ മുഖാന്തരം എത്തിക്കുന്നത്, നാലാമത്തത് അഖ്ലാഖ് അല്ലെ ഞങ്ങളെ അഖ്ലാഖ് ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ കുടുംബത്തോ അതേപോലെ അഖ്ലാഖിൽ എല്ലാം വന്നു ഞങ്ങളുടെ മുആമലാത്ത്, അഞ്ചാമത്തത് ഇസ്ലാമിರೋ ಸಂರಕ್ಷಣ. ಈ ಅഞ്ചು ಕಾರ್ಯ ನಾವು ಮನಸ್ಸಿಲಾಕೊಂಡು ನಾವು പഠിച്ചಬೇಕು. ಎಂದಿಗೆ ಇದಕ್ಕೆ പഠിച്ചಬೇಕು ಎಂದಿ ಜನಗೆ ಇದಕ್ಕೆ ಅಗೇನ್ಸ್ಟ್ ಐತುಲ್ಲದಾಯ ಶುಭಹಾತ್ ಎಲ್ಲ ನಾನು ಮನ್ನೋತು ಮಾಡರ್ನಿಸ್ಟ್ ಐತುಲ್ಲದಾಯ ಆಲ್ಮಾರ್ ಅಂಗ ಇಸ್ಲಾಂರ ಫಲ ಕಾರ್ಯಗಳು ಇಲ್ಲಾಂಡಾಗಿರುತ್ತಲ್ಲ. പെണ്ണിಗೂ ನಮ್ಮ ಸ್ಥಾನ ಕೊಡ್ಕೊಂಡು ಇಸ್ಲಾಂ ವರ್ಗದ್ದು പെണ്ണുಗಳ ಸ್ಥಾನ ಅದು ಕೊರಡಿಯಾಗಿಲ್ಲ. മാത്രമല്ല പെണ്ണിಗೂ ആണികൾ പൊതുവെ സ്വത്തുരണ ഭാഗാക്കിയത് കൊടുക്കണം. പെണ്ണിಗೂ നിക്കാബ് ഇല്ലാണ്ട് ഭർത്ത കർത്തണം, ഹിജാബ് ഇല്ലാണ്ട് ഭർത്ത കർത്തണം. അപ്പൊ ಅದಕ್ಕೆ ಸಂಬಂಧಿಸಿದುള്ളದಾಯ ಹದೀಸ್ ರಂಗಂಡಾക്കുന്നത് റിജക്ട് ആക്കുന്നത്. അതേപോലെ ഇസ്ലാം എന്നൊരു ശിദ്ദത്തുള്ളതായ ഒരു ദീനല്ല. ഇസ്ലാമിൽ കരുണ ഉണ്ട്. അങ്ങനെ എന്താക്കണം ഹുദൂദുകൾ ഇല്ലാണ്ടാക്കണം. ഒരാൾ കട്ടകളോ ശിക്ഷ ഇസ്ലാമിൽ അങ്ങനെ കയ്യിലോ കൊത്തുകൊണ്ടേക്കും. അപ്പൊ അത് ഇല്ലാണ്ടാക്കണം. ಜಿನಾಕೆನೋ ಮಗನಿಗೆ ಜಿನಾಕೆ ಎಂದಾಗನು ಇಸ್ಲಾಮರ ಹದ್ದು ಪ್ರಕಾರ
നമ്മളെ കല്ലടിച്ചിട്ട് കൊല്ലണം മാത്രമാ മോഡേണിസ്റ്റ് ആയിട്ടുള്ളതായ മുസ്ലിമീങ്ങൾ ಅದರ ವಿಷಯದ ಚೆನ್ನೋದೇ ಇಲ್ಲ ಮುಸ್ಲಿಮೀಗ ಬೋಲು ಇಂಡ ತನ್ನಾಲ್ ನಾವು ಕಾಣಲು ಸಾಧ್ಯ ಓಪನ್ ಆಗಿ ಇದರ ವಿಷಯದ ಚೆಲ್ಲರು ಅದನ್ನ ಹಾಕುತ್ತೀರ ಅದು ಪಂಡದ ಸಮಾನೈತಿ ಅಪ್ಪ ಅನಂತ ಶುಭಾತ್ ನಗಲೊಟ್ಟುಗೂ ಅದೇ ಪರ ನಗಲ ಮಕ್ಕಳೊಟ್ಟುಗೂ ಇಂಡತ ಇವರು ಸೋಷಿಯಲ್ ಮೀಡಿಯಾದ ಸಮಾನ ಸ್ಪ್ರೆಡ್ ಆಯ್ತು ಅದರಿಂದ ನಾವು ನಗಲ ಸ್ವಂತದ ರಕ್ಷಿಕೋಗು ಅದೇ ಪರ ಸಮುದಾಯದ ರಕ್ಷಿಕೋಗು ಇಂಗಂತೂ ಈ ಹದೀಸರ ಅಹಮಿಯತು ಅದರ ಇಂಪಾರ್ಟೆನ್ಸ್ ಪಡಿಕ್ಕಿರೋದು ಅಗತ್ಯ ಐತಿ ಸಹೋದರಮಾರ ಅಪ್ಪ ಈ ಹದೀಸರ ಅಹಮಿಯತರ ವಿಷಯத்தை நான் சொன்னது போல போலவே இன்னொரு விஷயம் எனக்கு சொல்லுகிறது இன்று நமக்கு காண சாத்திய ಅವರು ಹದೀಸರು நான் சொன்னது போல ಸಹೀಹ ಐತುಲ್ಲದಾಯ ಹದೀಸ್ ಎತ್ತಿಕೊಂಡಂಗ ಎಡ್ಕೊಂಡ ಅದಲ್ಲ ಅಂತ ஒரு ಹದೀಸ್ ನನ್ನ ಉಸ್ತಾದ್ ಸೆಂತ್ അല്ലെങ്കിൽ ನನ್ನ ಪಲ್ಯರ ಖತೀಬ್ ಸೆಂತ್ അല്ലെങ്കിൽ ನಾನು ಅನುಸರಿಕರದಾಯ ಮದ್ಹಬ್ ಸೆಂತ್ ಸಹೀಹ ಐತುಲ್ಲದಾಯೋ ಎದುರು ಬಂದದಾಯ ವೈಫ್ ಐತುಲ್ಲದಾಯ ಹದೀಸರ ಮೇಲೆ ಅಮಲಾಕರಂಟಾಗಿ സഹോദരന്മാർ ഉലമാക്കന്മാർ നമുക്ക് പഠിപ്പാട്ടത് അത് ഇത്തിബാ ഉള്ളതായ ഒരു ശിർക്ക് എത്തിക്കുന്നു ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹത്തുള്ളതായ ഹദീസിനെ മുട്ടുത്തു അയാളെ ഇമാമിനെ തഖ്ലീദാക്കിയിട്ടുണ്ടായി അയാളെ മദ്ഹബിനെ തഖ്ലീദാക്കിയിട്ടുണ്ടായി ಎಂತ ತಕ್ಲೀದ್ സ്വഹീഹത്തുള്ളതായതൊന്ന് കിട്ടിയിട്ടും മാത്രം റിജക്റ്റ് ആക്കിയിട്ട് അല്ല ನನ್ನ ഉസ്താദ് ചെന്നത് സമ ನನ್ನ പള്ളിയുടെ ഖതീബ് ചെന്നത് സമ ನನ್ನ മദ്ഹബ് ചെന്നത് സമ ചെന്തുള്ളതായ തഖ്ലീദാക്കിയിട്ടുണ്ടായത് ശിർക്ക് എത്തിക്കിരണ്ട് ഉലമാക്കന്മാർ പഠിപ്പിട്ടത് അപ്പൊ ഈ വിഷയം നമ്മൾ ചുമ ജാഗ്രത ആക്കും സഹോദരന്മാരെ മദ്ഹബ് ഇമാം അബൂ ഹനീഫ ഇമാം അഹ്മദ് ഇമാം മാലിക് ഇമാം ഷാഫിഈ അങ്ങ് ഒറ്റത്തും ചെന്നില്ല നന്റെ നിങ്ങൾ തഖ്ലീദാക്കും നാ ചെന്ന ಬಗ್ಗೆ ನೀವು എന്താക്കും അനുസരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റത്തും ചെന്നില്ല അത്രമാത്രമല്ല ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ചെന്നത് ನನ್ನ ಪಲ್ಕತಿಗೆ ಎದುರೈತೆ ನೀವು ಹದೀಸ್ ಸಹಿಯಾಯ ಹದೀಸ್ ಬಂದಿದ್ದಾಯ್ತು ನನ್ನ ಪಲ್ಕತೆ ನೀವು ಮೊದಲಿಗೆ ಬಚ್ಚೇರಿಯೋದು ಸಹಿಯಾಯ ಹದೀಸ್ ಎದಿಕ್ಕಿರ ನನ್ನ ಮದ್ಹಬ್ ಇದು ಎಲ್ಲ ಮದ್ಹಬರ ಇಮಾಮರು ಚೆನ್ನದಾಯ ಪಲ್ಕ ಎದಿಕ್ಕಿರು ಆಗ ಇಂಥ ಜಮಾನಲು ಇಲ್ಲ ನನ್ನ ಮದ್ಹಬ್ ಎಂದರೆ ಚೆನ್ನದು ನನ್ನ ಮದ್ಹಬರ ಇಮಾಮಿಗೆ ಎಂದರೆ ಚೆನ್ನದು ಅದನ್ನ ಮಯ್ಯ ಹದೀಸ್ರ ಅಗತ್ಯ ಇಲ್ಲ ಅಪ್ಪ ಸಹೋದರಮಾರ ನಂಗೆ മനസ്സിലാക്കണായത് ഹദീസ് ചെല്ലുന്നത് അത് ശരീഅത്തിന്റെ ഭാഗ എത്തിക്കുന്നു ಅದರ പഠിക്കുന്നതും ಅದರ ಮೇಲೆ ಅಮಲಾಕರതും ನಗಲ ಮೇಲಿರುವುದಾയ ಒಂದು ಬಾಧ್ಯತೆ ಎತ್ತಿಕ್ಕಿರು ಅಪ್ಪ ಅದರ ಅಹಮಿಯತೆ ನಂಗೆ പഠിക്കൊണ്ടുണ്ടായെങ്കിൽ അതേപോലെ ആ ഹദീസിಗೆ ഉലമാക്കന്മാർ ಬಂದದಾಯ ಕಷ್ಟ ಅದರ ವಿಷಯದ ಎತ್ತರ ಜಾಗೃತ ಆಗಿರುತ್ತಾರೆ ಚೆಂತುಲ್ಲದಾಯ ಜಾಗೃತ ಆಗಿರುತ್ತಾರೆ ಚೆಂತುಲ್ಲದಾಯ ವಿಷಯ ಮಸಾಲನ್ನು ನಂಗೆ പഠിക്കൊണ്ടായത് ಎತ್ತಿಕ್ಕಿರು ಹದೀಸ್ರು പഠന ഈ ഒരു മജ്ലിസിಗೆ ಮಾತ್ರ ಸೀಮಿತ ಆಕಂಟ ഹദീസുള്ളതായ പഠനത്തു ഇതിൽ പിന്നും നിങ്ങൾ തുടക്കണം നിങ്ങൾ തുടർന്നതാറുണ്ടായി അതിനെ കണ്ടിന്യൂ ആക്കുന്ന ചെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കും അതേപോലെ നിൽക്കും എന്നാണ് നെനപ്പാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹദീസിലും അതായത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് പഠിക്കുകയും ആ സുന്നത്തിനെ മേൽ അമലാക്കുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു കണ്ടോ ചെറിയൊരു ദർശനം അവിടെ നിൽപ്പാട്ടെ സുബ്ഹാനല്ലാഹി വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു